ടെമ്പറേച്ചറും പൊട്ടൻഷ്യൽ ബാരിയറും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, ഫോർവേഡ് ബയാസിൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ജംഗ്ഷന്റെ ടെമ്പറേച്ചർ, പി എൻ ജംഗ്ഷന്റെ ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എയറിന്റെ അല്ലെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ വേർ ദ ഡയോഡ് ഈസ് കെപ്റ്റ്, ആ ടെമ്പറേച്ചറിനെക്കാളും കൂടുതലായിരിക്കും. അതിന്റെ കാരണം ആംബിയൻ ടെമ്പറേച്ചർ നോർമൽ റൂം ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക, ജംഗ്ഷൻ ടെമ്പറേച്ചർ അപ്പോൾ അതിനേക്കാളും കൂടുതൽ. ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലെ എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് പി റീജിയനിലുള്ള ഹോൾസിലേക്ക് വന്നിട്ട് കമ്പൈൻ ചെയ്യുക. ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ആണ്. എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അത് കണ്ടക്ഷൻ ബാൻഡിലാണ്, പി റീജിയനിലുള്ള ഹോൾസ് എന്ന് പറയുമ്പോൾ വാലൻസ് ബാൻഡ് ആണ്. ഹോൾസ് വാലൻസ് ബാൻഡിലാണ്, ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ. അപ്പൊ എൻ റീജിയനിലെ കണ്ടക്ഷൻ ബാൻഡിലെ ഫ്രീ ഇലക്ട്രോൺസ് പി റീജിയനിലെ വാലൻസ് ബാൻഡിലെ ഹോൾസുമായിട്ട് വന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ എനർജി ഡിഫറൻസ്, നമുക്ക് എനർജി ഗ്യാപ്പ് നമുക്കറിയാം. അപ്പോൾ എനർജി, അത്രയും എനർജി എന്ത് ചെയ്യണം, ലിബറേറ്റ് ചെയ്യണം. അത് റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് ആകാം, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് ആകാം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് പോലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ്സിൽ ആ എനർജി റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആണ്, വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻസ് ആണ് സാധാരണ എമിറ്റ് ചെയ്യുക. ഓർഡിനറി സിലിക്കൺ, ജെർമേനിയം, പി എൻ ജംഗ്ഷൻ ഡയോഡ്സിലൊക്കെ ഈ എനർജി ഡിഫറൻസ് ക്രിസ്റ്റലിന്റെ വൈബ്രേഷൻ ആയിട്ട്, ക്രിസ്റ്റൽ ലാറ്റൈസിന്റെ വൈബ്രേഷൻ ആയിട്ടാണ്, തെർമൽ റേഡിയേഷൻ ആയിട്ടാണ്, തെർമൽ എനർജി ആയിട്ടാണ് പോവുക, വിസിബിൾ റീജിയനിലല്ല. എൽ ഇ ഡി ഒക്കെ ആണെങ്കിൽ അത് വിസിബിൾ റീജിയനില്ല. പക്ഷെ എൽ ഇ ഡിയിൽ നമ്മൾ ഓർഡിനറി സിലിക്കണോ ജെർമേനിയോ അല്ല ഉപയോഗിക്കുന്നത്. സാധാരണ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം കൊണ്ടുള്ള സാധാരണ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഈ എനർജി ഡിഫറൻസ് ക്രിസ്റ്റലിന്റെ വൈബ്രേഷൻ ആയിട്ട് ഹീറ്റ് എനർജി ആയിട്ട് മാറും. അപ്പൊ ഹീറ്റ് എനർജി ആയിട്ട് മാറുമ്പോൾ ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി, തെർമൽ എനർജിയാണ്. ജംഗ്ഷൻ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടും കൂടും. ഇനി ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കും നമുക്കറിയാം. ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ കൂടുതൽ ഇലക്ട്രോൺ ഹോൾസ്, തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടാവും. തെർമൽ അജിറ്റേഷൻ വഴി ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോൺ ഹോൾ പെയർസ്, അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദ ഡിഫ്യൂസ് ഇൻ ടു ദ ഡിപ്ലീഷൻ റീജിയൻ. ആ ഡിപ്ലീഷൻ റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയനിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ റീജിയൻ ഇസ് ഡിപ്ലീറ്റഡ് ഓഫ് ചാർജ് ഏരിയസ്. അപ്പൊ അവിടെ ഇപ്പോൾ പുതിയ മൊബൈൽ ചാർജ് ഏരിയസ് ഇല്ല, ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്ലീഷൻ. അതുകൊണ്ട് അതിനെ ഡിപ്ലീഷൻ റീജിയൻ വിളിക്കുന്നത്. അപ്പൊ അവിടെ പുതിയ ഇലക്ട്രോൺ ഹോൾസ് ഉണ്ടാകുക അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ഏരിയസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയുന്നതിന് ഇക്വാലന്റ് ആണ്, ബാരിയർ പൊട്ടൻഷ്യൽ കുറയുന്നതിന് ഇക്വാലന്റ് ആണ്. അപ്പൊ ഈ അവിടെ ഡിപ്ലീഷൻ റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ എന്തിന് ഇക്വാലന്റ് ആയി? അത് ബാരിയർ പൊട്ടൻഷ്യലിനെ ഡിക്രീസ് ചെയ്യുന്ന ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പൊ ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമലി ജനറേറ്റഡ് ഫ്രീ ഇലക്ട്രോൺ ഹോൾസ് ഉണ്ടാവുകയാണ്, ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഉണ്ടാവുകയാണ്. അത് ഡിപ്ലീഷൻ റീജിയനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ റീജിയനിലുള്ള ബാരിയർ പൊട്ടൻഷ്യലിനെ അത് ഡിക്രീസ് ചെയ്യും. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. ശരിക്കും ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ സിലിക്കൺ ഡയോഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. 2 മില്ലി വോൾട്ടോളം കുറയും. ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോഴും ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 2 മില്ലി വോൾട്ടോളം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 മില്ലി വോൾട്ട്, ഏകദേശം 2.5 മില്ലി വോൾട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ആ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: dV by dt is equal to delta V by delta T is equal to minus 2.5 millivolt per degree Celsius. ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ബയാസ് റീജിയനിൽ ആ ഫോർവേഡ് ബയാസ് ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സിലിക്കൺ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ നീ വോൾട്ടേജ് it shifts to the left സൈഡിലേക്ക്. നീ വോൾട്ടേജ് കുറയും at a rate of 2.5 millivolt per centigrade degree increase in temperature. ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. കുറച്ച് കഴിയുമ്പോഴേക്ക് ആ പ്ലോട്ട് കാണിച്ചു തരാം. 2.5 മില്ലി വോൾട്ട്, ഓരോ ഡിഗ്രി സെൽഷ്യസിന് 2.5 മില്ലി വോൾട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതിന് ന്യൂ വോൾട്ടേജ് തന്നെ കുറയും. ന്യൂ വോൾട്ടേജും ബാരിയർ പൊട്ടൻഷ്യലും ന്യൂമറിക്കലി ഈക്വൽ ആണല്ലോ. അപ്പൊ ന്യൂ വോൾട്ടേജ് തന്നെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും.
ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ കുറയും, നീ വോൾട്ടേജ് കുറയും.